അനശ്വര കവി വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായി യുവകലാ സാഹിതി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരം സമർപ്പിച്ചു. ക്ഷേമ കെ തോമസിൻ്റെ കോങ്കണ്ണി എന്ന കവിതാ സമാഹാരമാണ് അവാർഡിന് അർഹത നേടിയത്. വയലാർ രാഘവ പറമ്പിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. അനശ്വര കവി വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായി യുവകലാ സാഹിതി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരം സമർപ്പിച്ചു. ക്ഷേമ കെ തോമസിൻ്റെ കോങ്കണ്ണി എന്ന കവിതാ സമാഹാരമാണ് അവാർഡിന് അർഹത നേടിയത്. ബുധനാഴ്ച വൈകിട്ട് വയലാർ രാഘവ പറമ്പിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിച്ചു. മന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രകളഭം എന്ന മനോഹരമായ ഒരു പോർട്രേറ്റ് ആ ഭിത്തിക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നതിനകത്ത് ആ അമ്മയുടെ മടിയിൽ തലയയച്ച് കിടക്കുന്ന കുട്ടൻ എന്ന മകനെയാണ് അവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ആ അമ്മ കുറുകി നെഞ്ചത്ത് പശമയാർന്ന കഫം കൊട്ടി നിൽക്കുന്നതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടുമായി ചേർത്തല നമ്മൾ ഇന്ന് പറയുന്ന എക്സ്റേ ആശുപത്രിയിൽ ആ അമ്മയ്ക്ക് കാവലിരിക്കുന്ന മകൻ്റെ ഉള്ളിൽ മറ്റൊരു വലിയ സങ്കടം തിരയിളക്കം പോലെ കടന്നു കയറുന്നുണ്ട്. ആ വലിയ സങ്കടം തൊട്ടപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന CK കുമാരപ്പണിക്കർ എന്ന മനുഷ്യനെ ഓർത്തിട്ടാണ്. ചേർത്തലയിലെ ഒരു കോവിലകത്ത് പിറന്ന രാമവർമ്മ തിരുമുൽപ്പാടിനെ വയലാർ രാമവർമ്മയാക്കിയ മഹാനായ മനുഷ്യനാണ് അദ്ദേഹം എന്ന് വയലാർ തന്നെ കുറിച്ചു വെക്കുന്നു. വയലാർ രാമവർമ്മ എന്ന പേര് ചിലപ്പോൾ പൈസാറായിരിക്കാം. രാമവർമ്മ തിരുമുൽപ്പാട് എന്ന പേരിൽ ഇതൊക്കെ ഇറക്കിയാൽ പുസ്തകമൊക്കെ വാങ്ങിക്കാൻ ആളുണ്ടായില്ലെങ്കിലോ എന്ന് തോന്നിയിട്ട് ഒരു ഗും ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു പേര് കൊടുത്തു എങ്കിൽ ആ വയലാർ രാമവർമ്മ ആക്കി മാറ്റിയത് ആരാണ് എന്ന് സാക്ഷാൽ വയലാർ തന്നെ പറയുന്നു. തൊട്ടപ്പുറത്തെ മുറിയിൽ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളോടും രോഗപീഠയാൽ വലഞ്ഞ് കിടക്കുന്ന ഈ CK കുമാരപ്പണിക്കർ എന്ന മഹാനായ മനുഷ്യനാണ്. യുവകലാ സാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ ക്ഷേമ കെ തോമസിന് പുരസ്കാരം സമർപ്പിച്ചു. 11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. വയലാർ ശരത്ചന്ദ്രവർമ്മ അധ്യക്ഷനായി. ഡോക്ടർ OK മുരളീകൃഷ്ണൻ, ഡോക്ടർ വത്സലൻ വാതുശ്ശേരി, TJ ആഞ്ചലോസ്, TT ജിസ്മോൻ, EM സതീശൻ, അഡ്വക്കേറ്റ് B മോഹൻദാസ്, NS ശിവപ്രസാദ്, ആസിഫ് റഹീം, KV ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ബിൻ മീഡിയ ചേർത്തല.